അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് അവർക്ക് വലിയ സംഭവമാണ്. നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ നമുക്ക് അവരെ അറിയ പോലില്ല. സിനിമയിലെ പല ആൾക്കാരെ അറിയാത്ത കുറെ പേരുണ്ട്. എന്നെ ഒന്നും പേരറിയാത്ത എന്തോരം ആൾക്കാരുണ്ട്. എനിക്കിപ്പോഴും ഒരു കൺഫ്യൂഷൻ. പക്ഷെ എപ്പോഴൊക്കെയോ സംസാരിച്ച പോലെ എനിക്കൊക്കെ തോന്നുക. എനിക്കങ്ങനെ വലിയ പരിചയക്കുറവെന്ന് തോന്നുന്നത് നമ്മൾ സ്ഥിരം നിങ്ങളുടെ ഇന്റർവ്യൂ കാണുന്നുണ്ട്. ഒന്നും വിട്ടു പറയാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു കാര്യമായി. ഒരാളോട് അസോസിയേറ്റ് ഡയറക്ടർ ആദ്യം കണ്ണ് കാണിച്ചോണ്ടിരിക്കുക മതി സ്റ്റോപ്പ് എന്നൊക്കെ. ഞാൻ വിചാരിക്കുന്നത് ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. ഞാൻ ചെന്ന് അച്ചീവ് ചെയ്തതൊന്നുമല്ല, അത് എനിക്ക് കിട്ടിയതാണ് ബൈ ചാൻസ്. ഇഷ്ക് ഹിറ്റായി, നല്ലൊരു പടമായിരുന്നു. പാട്ട് ജേക്ക് സാറ്റന്റെ അടിപൊളിയായിരുന്നു. അവസരങ്ങൾ വരുമ്പോൾ അത് സെലക്ട് ചെയ്യും. അല്ലെങ്കിൽ ചെയ്യുക 12 ഡോക്ടർ കഴിഞ്ഞാൽ 13ാമത്തെ ഡോക്ടർ ഇതൊന്നും അല്ലാത്ത വേറെ ഡോക്ടറെ ചെയ്യാൻ ശ്രമിക്കുന്നുള്ളതാണ്. എന്റെ കൂട്ടുകാരനെ ഒരു തന്നെ വിളിക്കുന്നതന്നെ ഇൻഷു എന്ന കാര്യം. അവനിങ്ങനെ ക്ലൈം കൊണ്ട് തന്നെ ആക്സിഡന്റ് ആവും, ക്ലൈം കിട്ടും, പിന്നെ കുറച്ചാൾ ജോലിക്ക് പോകില്ല. അത് ഒരു കാലഘട്ടത്തിൽ മെഡിക്കൽ ടെസ്റ്റിലൊക്കെ ഞങ്ങൾ സ്ഥിരം ബൈ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് നിന്ന ആൾക്കാരാ. കുറെ കാലമായില്ലേ ഫീൽഡ് ഔട്ട് ആക്കാൻ വേണ്ടിയാണോ? അല്ലല്ലേ പറ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ ആരോ പറ. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. വെൽക്കം ടു മൂവി വെൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ദി റൈഡ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ കാസ്റ്റാണ്. വെൽക്കം. താങ്ക് യു. സുചേട്ടാ, ഞാൻ ശരിക്കും ഒരുപാട് സിനിമയുടെ കാസ്റ്റിൽ ഞങ്ങൾ പ്രൊമോഷൻ എടുത്ത ഇന്റർവ്യൂവിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഇന്റർവ്യൂ എടുത്തിട്ടില്ലെന്ന് തന്നെ എനിക്കിപ്പോഴും ഒരു കൺഫ്യൂഷൻ. പക്ഷെ എപ്പോഴൊക്കെയോ സംസാരിച്ച പോലെ എനിക്കൊക്കെ തോന്നുക. അത് എനിക്കങ്ങനെ വലിയ പരിചയക്കുറവെന്ന് തോന്നാത്തത് നമ്മൾ സ്ഥിരം നിങ്ങളുടെ ഇന്റർവ്യൂ കാണുന്നുണ്ട്. പക്ഷെ എനിക്കാണെങ്കിലേ നമ്മൾ ഈ കാസ്റ്റിലൊക്കെ പലവണ കണ്ടതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെയോ സംസാരിച്ച പോലെയും ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് റൈഡിലെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ടീസറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ബ്രീഫായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ത്രില്ലർ ജോണറിലൊക്കെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം അല്ലേ? അതെ, തീർച്ചയായിട്ടും ത്രില്ലറാണ്. ഒരു ത്രില്ലർ ജോണർ തന്നെയാണ്. പക്ഷെ ഒരു ഡിഫറെന്റ് സ്റ്റോറിയാണ് നമ്മളൊന്ന് പ്രസന്റ് ചെയ്യാൻ നോക്കുന്നത് ഈ പ്രാവശ്യം. അതെ, ഒരു കാർ യാത്ര. ഒരു യാത്രയിൽ സംഭവിക്കുന്ന ഒരു യാത്രയാണ് വിഷയം. അതെ, ഒരു കാറിൽ യാത്ര ചെയ്യുന്ന ഒരു ഫാമിലിക്ക് റിലേറ്റബിൾ ആയിരിക്കുമോ ഈ ഒരു സ്റ്റോറി? ഒരു ഫാമിലിക്കല്ല, അല്ല, കുറേ ഫാമിലീസ് പറഞ്ഞു കഥ മൊത്തം പറയാ. അതിന്റെ ഇല്ല അങ്ങനെയല്ല. ഇത് വേറൊരു ഇപ്പൊ നമ്മൾ ഭയങ്കര സസ്പെൻസ് എന്ന് പറയുന്ന പോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഒരു എന്താണ് ഫാമിലി ഒക്കെ ബന്ധപ്പെട്ട സാധനമാണ്. ഒരു സബ്ജക്റ്റ് ആണ് റിലേഷൻസ്. ഒന്നും വിട്ടു പറയാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു കാര്യമായി. ഇപ്പൊ നമ്മള് ഭയങ്കരമായിട്ടല്ല പറയുന്നത്, എന്നാലും ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് രസിക്കുന്ന ഒരു. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം സിനിമ എക്സ്പെരിമെന്റുകൾ ധാരാളം നടക്കുന്നുണ്ട്. മലയാള സിനിമയിലാണ് ഏറ്റവും ഓരോ വെള്ളിയാഴ്ചകളിലും പുതിയ പുതിയ തരത്തിലുള്ള സിനിമകൾ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബോംബെയിൽ നിന്ന് ഇതുപോലുള്ള പ്രൊഡക്ഷനൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് ഒരു മലയാളം സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നൂർജഹാൻ തന്നെ ധാരാളം ഹിന്ദി ബോംബെ എന്നുള്ള പ്രൊഡക്ഷൻസ് ഒന്നും മലയാളത്തിൽ പടം ചെയ്തിട്ടുള്ളത് അറിഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ. അപ്പോൾ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റ് ട്രൈ ചെയ്യുന്നു. ഹൃദേശ് മേനോനാണ് ഡയറക്ടർ. ആൻഡ് സുഹാസ് ശരിക്കും ബേസിക്കലി ഒരു സിംഗറായിരുന്നു, സിംഗറാണ് ഇപ്പോഴും. പക്ഷെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്. അവര് നോക്കി കാണുന്നൊരു സിനിമ, അവര് നോർത്ത് ഈസ്റ്റ് ആണ്. ബോംബെ ഫിലിം, ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിക്കായിട്ട് കണക്ട് ആയിട്ടുള്ള ആൾക്കാർ മലയാള സിനിമയെ നോക്കി കാണുന്നതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. മലയാളികൾ ചെയ്യുന്ന സിനിമയെ പോലെ അല്ല ഈ സിനിമയെ അവർ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയല്ല. അതൊരു അവരുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ശരിക്കും വളരെ നമുക്ക് കിട്ടുന്ന കണക്റ്റുകളാണ്. ഈ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും അത് കണക്ട് ആവും. ഞാൻ അതിൽ കൂടുതൽ പറഞ്ഞ സ്പോയിലറായി പോകും. അതെ, ആ സിനിമയുടെ സ്പോയിലർ ഒന്നും പുറത്തു വരാതെ അതിൻ്റെ ആ ഒരു മാജിക് അങ്ങനെ തന്നെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഒരു സിനിമയിൽ മസ്റ്റായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്ന് എന്തായിരിക്കും? ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ. പല വിഷ്വൽ പരിപാടിയുണ്ട്, ആൻഡ് ഓഫ് കോഴ്സ് സൗണ്ട് ഡിസൈനിങ് പരിപാടികളുണ്ട്. അതിനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെയൊക്കെ ഒരു ആ ഏരിയയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനകത്ത് ഉറപ്പായിട്ടും എമോഷൻസ് വേണം. ആ എമോഷൻസ് എല്ലാം നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്.
നമുക്ക് ഒരു ആത്മപരിശോധനയൊക്കെ ഒരു സെൽഫ് അസസ്മെന്റ് ഒക്കെ നടത്താൻ പറ്റും ഈ സിനിമ കാണും. മാത്രമേ എനിക്ക് ഇനി കൂടുതൽ പറഞ്ഞാൽ അപകടമാവും. പ്രൊഡക്ഷൻ ടീം ഇങ്ങോട്ട് നേരെ കയറി വരും. ഉറപ്പായിട്ടും കയറി ഒരാളോട് നിൽപ്പുണ്ട്, അസോസിയേറ്റ് ഡയറക്ടറോട് നിൽക്കണം, ആദ്യം പിടിക്കും, കണ്ണ് കാണിച്ചോണ്ടിരിക്കുക മതി സ്റ്റോപ്പ് എന്നൊക്കെ. ആൻഡ് ഇപ്പൊ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഇപ്പൊ ഒരു തുടക്കം ഫസ്റ്റ് മൂവി തന്നെ നമുക്ക് അങ്ങനെ ഒരു ന്യൂ കമ്മർ ആണ് അങ്ങനെയൊന്നും തോന്നാത്ത രീതിയിൽ ആളുകൾക്ക് മൈൻഡിൽ ആ ഒരു ഫേസ് നന്നായിട്ട് പതിയുന്ന പോലത്തെയുള്ള റോൾസ് ആയിരുന്നു കിട്ടിയത്. അപ്പോൾ അതെങ്ങനെയായിരുന്നു സംഭവിച്ചത് ആക്ച്വലി ആ മലയാള സിനിമയിലേക്കുള്ള ഒരു തുടക്കം? എസ്ര അതാണ് ഞാൻ പറഞ്ഞത്, അത്രയും ഡെപ്ത് ഉള്ള ഒരു റോള് മീൻസ് ഓഡിയൻസിന്റെ മൈൻഡിലാണെങ്കിലും ആ സിനിമ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ ഒരു കുഞ്ഞു പോർഷൻസ് ആണ്, ഇത്രയും ഡ്യൂറേഷൻ ഉണ്ടെങ്കിലും അത് എത്ര വർഷം കഴിഞ്ഞാലും ആളുകൾക്ക് മറക്കാത്ത ഒരു റോള്. ഒരു ബിഗിനർ എന്ന നിലയിൽ അത്തരത്തിലുള്ള ഒരു റോളൊക്കെ എങ്ങനെയായിരുന്നു വന്ന് എത്തിയത്? എനിക്ക് തോന്നുന്നു നമുക്ക് റോള് കിട്ടുമ്പോൾ സ്ക്രിപ്റ്റിൽ ചിലപ്പോൾ വായിക്കുമ്പോൾ അതൊരു 1 ഡയമെൻഷനൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷേ ഡയറക്ടറാണ് നമുക്ക് എപ്പോഴും ഒരു ചാൻസ് തരുന്നത്, ഒരു അവസരം തരുന്നത്, നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനും ആ ക്യാരക്ടറിനെ എക്സ്പാൻഡ് ചെയ്യാനും. അപ്പോൾ JK കാരണമാണ് എനിക്ക് ആ ക്യാരക്ടറിനെ അത്രയും ഒരു ആഴത്തിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത്. അതേപോലെ എനിക്ക് തോന്നുന്ന എല്ലാം സിനിമയിൽ ഐ ബീൻ ഫോർച്ചുനേറ്റ്, നല്ല ഡയറക്ടേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും എനിക്ക് ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാനും ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് തരുന്നത് കാരണം. പിന്നെ എനിക്ക് തോന്നുന്നു പൊതുവേ മലയാളം സിനിമയിൽ എല്ലാ ആക്ടേഴ്സിനും ഒരു ബ്രീതിങ് സ്പേസ് കൂടുതലാണ്. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ് നമ്മൾ എല്ലാം ഇരിക്കുന്നത്, എല്ലാ പടങ്ങളും നോക്കുവാണെങ്കിൽ. അപ്പോൾ അത് നമുക്ക് സോക്ക് ചെയ്യാനുള്ള സ്പേസ് എന്നും തോന്നിയിട്ടുണ്ട്. മേ ബി ദാറ്റ് ഈസ് എഡിറ്റിങ്ങും പിന്നെ നല്ല ടീമും നല്ല പ്രൊഡക്ഷൻസിൻ്റെ ഭാഗമാവാൻ പറ്റിയതൊരു ഭാഗ്യത്തിലായിരിക്കും എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടിയത്. അതെ, നമ്മൾ ഈ നല്ല നല്ല സിനിമകൾ അത്രയും അടിപൊളി സിനിമകളുടെ പാർട്ടാകുമ്പോഴത്തേക്ക് അതെപ്പോഴും ഒരു ബെഞ്ച് മാർക്കായിരിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ര ഒരു കിഡിലൻ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നെക്സ്റ്റ് മൂവി ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും അതിനേക്കാൾ മുകളിലോട്ടാക്കാനായിട്ട് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരാറുണ്ടോ? നമുക്ക് എപ്പോഴും ആഗ്രഹം നേരത്തെ മുന്നേ ചെയ്തതിനെക്കാട്ടിലും നന്നായിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. അത് നമ്മളുടെ ഒരു ആക്ടേഴ്സിന്റെ നിലയിലൊരു ഇരിക്കുന്നൊരു എന്താ പറയുന്ന ഒരു ഗ്രീഡാണ് നമുക്ക് എപ്പോഴും. നമുക്കൊരു ചുമ്മാ ഒരു റോളിൽ വന്നിട്ട് നിന്നിട്ട് പോവുക, അതും ഇത്രയും ഒരു എന്താ പറയുന്നത് ആക്സെപ്റ്റൻസ് നമ്മളുടെ ഓഡിയൻസ് തരുമ്പോൾ അവരുടെ അടുത്തൊരു നീതി പുലർത്തണം, അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ട് എപ്പോഴും. ബിക്കോസ് കമന്റ്സ് ഫസ്റ്റ് വരാൻ പോകുന്ന ഇതിനു വേണ്ടിയാണോ ഈ പടത്തിൽ വന്നത് അത് കേൾക്കും. അപ്പൊ അത് കേൾക്കാൻ ഒരു താല്പര്യമില്ല. പിന്നെ എപ്പോഴും ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യണം, ടൈപ്പ് കാസ്റ്റ് ആവണ്ട എന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ എക്സ്പെരിമെന്റ് ചെയ്യാനും അല്ല വേറെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഞാൻ എടുക്കും. മനസ്സിലായി. ഈ ടൈപ്പ് കാസ്റ്റ് ആവാതെ ഇരിക്കാനായിട്ട് നമ്മളുടെ ആസ് ആൻ ആർട്ടിസ്റ്റ് നമ്മുടെ സൈഡിൽ നിന്ന് എടുക്കേണ്ട ആ ഒരു എഫേർട്ട് അതെങ്ങനെയായിരിക്കും? ശരിക്കും വിഷയങ്ങളാണല്ലോ ആദ്യം ഉണ്ടാവുക, ഒരു കണ്ടന്റ് അല്ലേ ആദ്യം ഉണ്ടാവുക. കണ്ടന്റ് ഉണ്ടാകുമ്പോഴാണ് അതിലേക്കാണ് ആ കണ്ടന്റിനെ അവതരിപ്പിക്കാനായിട്ടാണ് പല പല കഥാപാത്രങ്ങൾ ഉണ്ടാവുക. അപ്പം ടൈപ്പ് കാസ്റ്റ് ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ അങ്ങനെ ആലോചിക്കാറില്ല. അതിനെ ആ ഒരു 10-12 ഡോക്ടർ ഉണ്ട്. ഈ സിനിമയിൽ അങ്ങനെയല്ല. അത് നേരത്തെ പറഞ്ഞത് വളരെ ശരിക്കും ആ കാര്യത്തിൽ ലക്കിയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ അത് സെലക്ട് ചെയ്യും. അല്ലെങ്കിൽ ചെയ്യുക 12 ഡോക്ടർ കഴിഞ്ഞാൽ 13ാമത്തെ ഡോക്ടർ ഇതൊന്നും അല്ലാത്ത വേറൊരു ഡോക്ടറെ ചെയ്യാൻ ശ്രമിക്കുന്നുള്ളതാണ്. അല്ലാതെ ഇപ്പം എന്നെപ്പോലുള്ള ഒരാൾക്ക് സുധിയുടെയും ആൻ്റെയും എങ്ങനെയാണ് ഒരു സെലക്ട് ചെയ്യുന്നവരോട് തന്നെ ചോദിക്കണം. ഞാൻ ശ്രമിക്കാറുള്ളത് നമുക്ക് അവസരങ്ങൾ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്ന ക്യാരക്ടർ ഇന്നയാൾ ചെയ്താൽ നന്നാവും എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മൾ എൻ്റർ ആവുക. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പകുതി പണി കഴിഞ്ഞു. കാരണം നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ വേണ്ടി തന്നെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ ബാക്കി നമ്മളത് ഭംഗിയാക്കുക അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു രീതിയിലാണ് എന്നെ കാണുന്നത്. പ്രധാനം കണ്ടന്റിനാണ്. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ എടുത്തു പറയാൻ എനിക്ക് തോന്നുന്നത് ഒരു പ്രേക്ഷകന്റെ ഞാനിപ്പോൾ ഒരു ഷോ നമുക്ക് വേണ്ടി ചെയ്തിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് കണ്ടപ്പോൾ ഇതിൽ പെർഫോമൻസസ് തന്നെയാണ്. എല്ലാവർക്കും നേരത്തെ ആൻ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാവർക്കും ആ ഒരു സ്പേസ് ഡയറക്ടർ നമുക്ക് തന്നു. ഡയറക്ടറും ടെക്നീഷ്യൻസ് എല്ലാവരും. ആൻഡ് ദേ വർ വെയിറ്റിംഗ്. നമ്മൾ എങ്ങനെയാണ് ഇനി ഇംപ്രവൈസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ വർക്ക്ഷോപ്പ് ചെയ്തു. ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് ഒരു ഫ്ലോറിൽ നമ്മളത് ബേസിക് പരിപാടികൾ വർക്ക് ചെയ്തു. വർക്ക്ഷോപ്സ് ഭയങ്കര ഒരു വേറെ തന്നെ ഫീൽ ആയിരിക്കും അല്ലേ? ഈ സിനിമയ്ക്ക് ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒരു തയ്യാറാവൽ വേണമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്നു. ഇനിയിപ്പം ഓഫ് കോഴ്സ് പ്രേക്ഷകരാണ് പറയേണ്ടത് എങ്ങനെയാവുന്നുള്ളത്. ആ ഒരു സസ്പെൻസ്
അങ്ങനെ നിൽക്കട്ടെ. ഈ ഡോക്ടേഴ്സിന്റെ 10-12 ഡോക്ടർ കഥാപാത്രങ്ങൾ ചെയ്തെന്ന് പറഞ്ഞില്ലേ, പുറത്തിറങ്ങുന്ന സമയത്ത് ശരിക്കും ഡോക്ടേഴ്സിനെ പോലെ ആരെങ്കിലും വന്ന് സംസാരിക്കാറുണ്ടോ? ഡോക്ടറൊക്കെ കൂടുതൽ ഞാൻ വക്കീലാണെന്ന് ധരിച്ചിട്ട് ഒത്തിരി പേര് നിയമവശങ്ങളൊക്കെ ചോദിച്ചു. അതെന്താ വക്കീലാണെന്ന് വിചാരിക്കാൻ? കുറെ പടങ്ങളിൽ വക്കീലായിട്ട് നമ്മൾ തുടങ്ങിയത് വക്കീലായിട്ടാണ്. ഒരു സംവിധായകൻ അദ്ദേഹത്തിന്റെ ലോ പോയിന്റുകൾ വന്നപ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്, ശ്രീകാന്ത് ഇത് വായിച്ചിട്ട് ഇത് ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്നേരം ആ സമയത്തൊന്നും വേണ്ടിയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ പിന്നെ കൂട്ടുകാരെയൊക്കെ അപ്പുറത്തേക്ക് മാറി നിന്ന് വിളിച്ചിട്ട് ഇതിങ്ങനെയൊക്കെ തന്നെയാണോ എന്നത് കൺഫേം ചെയ്തു. ഷൂട്ടിൽ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വക്കീലല്ല കേട്ടോ പറഞ്ഞു. അപ്പോൾ അതൊരു രസം, ഒരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുക്കണം നമ്മൾ. അതെ, വക്കീലിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വക്കീൽ കഥാപാത്രമാണ് നമ്മുടെ മുകുന്ദനുണ്ണിയിലേക്കല്ലേ വക്കീല്. ശരിക്കും പറഞ്ഞാല് ആ റോള് ഒരു പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റോളാണോ? പിന്നെ എല്ലാം അങ്ങനെ തന്നെ. അങ്ങനെ പേഴ്സണലി തന്നെ നമ്മള് ഒരു പടത്തിൽ വിളിക്കുമ്പോ അത് പിന്നെ പേഴ്സണലി ആക്കണല്ലേ നമ്മള്, അല്ലാതെ റോള് കണ്ടില്ല. നമ്മളത് ഇങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഇഷ്ടപ്പെടുത്തുക. ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ പിന്നെ ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ ഏറ്റെടുത്ത കാര്യം പിന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യാന്നുള്ള. ഈ മുകുന്ദനുണ്ണിക്കകത്ത് തന്നെ വിനീതേട്ടനാണെങ്കിൽ ഇങ്ങനെ കേസസ് കൊണ്ടുവരുന്നതും അതിന്റെ ഇൻഷുറൻസ് പരിപാടിയും ഇതൊക്കെ കുറച്ച് പേർക്കെങ്കിലും പുതിയ അറിവുകളായിരിക്കും ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത്. ചേട്ടൻ ആ സമയത്ത് ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴായിരുന്നു ഇങ്ങനൊരു ഒരു രീതി ഉണ്ടെന്ന് അറിഞ്ഞത്? ഇല്ല, ഞങ്ങളൊക്കെ ഇതൊക്കെ എത്ര നാളായിട്ട് എൻ്റെ കൂട്ടുകാരനെ ഒരു തന്നെ വിളിക്കുന്നതന്നെ ഇൻഷു എന്ന കാര്യം. അവൻ ഇങ്ങനെ ക്ലൈം കൊണ്ട് തന്നെ ആക്സിഡന്റ് ആവും, ക്ലൈം കിട്ടും, പിന്നെ കുറച്ചാൾ ജോലിക്ക് പോകില്ല. അത് ഒരു കാലഘട്ടത്തിൽ മെഡിക്കൽ ടെസ്റ്റിലൊക്കെ ഞങ്ങൾ സ്ഥിരം ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് നിന്ന ആൾക്കാരാ. കൊച്ചിയിലേക്ക് പല പല ഹോസ്പിറ്റലും ഇവനെ ആക്സിഡന്റ് അല്ല വേറെ ഫ്രണ്ട് ആക്സിഡന്റ് ആവും, അതിന് ക്ലൈം കിട്ടും. ആ ക്ലൈം കിട്ടുന്നതിന്റെ ഒരു വാല്യൂ ഒക്കെ ഞങ്ങൾക്ക് അറിയാം. പല്ലു വെക്കാൻ കൂടുതൽ കാശ്, പല്ലു വെക്കാൻ ഞങ്ങൾക്ക് ചിരി കാശ് കുറച്ച് കൂടുതൽ കിട്ടുന്നു, കൈയോടിനേക്കാൾ കൂടുതൽ കാശ് കിട്ടും. അതൊക്കെ ഞങ്ങൾക്ക് പണ്ടേ അറിയാം. ഞങ്ങൾ ഇതൊക്കെ കുറെ ക്ലൈം മേടിച്ചിട്ടുള്ള. അതെ, ഈ ഫേക്ക് കേസസും അതിന്റെ ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ഇത് അങ്ങനെ ഒരു വലിയൊരു പരിപാടിയായിരുന്നത്. അത് അതിനെപ്പറ്റി നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും. പ്രശസ്തനായ ഒരു വക്കീൽ തന്നെ ഉണ്ടായിരുന്നു എറണാകുളത്ത്. ഈ രീതിയിൽ പോയിട്ടുള്ളത് ആ ഒരു സിനിമയുടെ അവസാനമൊക്കെ ഞങ്ങൾക്ക് ആരോടും നന്ദി പറയാനില്ല എന്നൊക്കെ പറഞ്ഞത് ശരിക്കും എല്ലാരും നിങ്ങളുടെ ഫുൾ ക്രൂ സെൽഫിഷ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തില് എന്തായിരിക്കും അങ്ങനെയൊക്കെ അത്തരം ന്യൂസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ സെൽഫിഷ് അല്ല എന്ന് തുറന്നു പറയാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അതോ ഞങ്ങൾ സെൽഫിഷ് ആണെന്ന് തന്നെ അത് ആ ഡയറക്ടർ അഭിനവിന്റെ കോൺഫിഡന്റ് ആയിരുന്നു. ഫസ്റ്റ് പടത്തിലെ അയാള് ടൈറ്റിൽ കാർഡ് കാണിക്കുന്നതും എല്ലാം കണ്ടില്ല പടത്തിന്റെ. അത് അയാൾക്ക് പടം ചെയ്യുമ്പോ തന്നെ ഹിറ്റാവുന്നല്ലേ, നല്ലൊരു സാധനം അയാൾ ചെയ്യുന്നതെന്നുള്ള ഒരു ആത്മവിശ്വാസം പുള്ളിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതെ, നമ്മൾ ഈ സിനിമയിലോട്ടുള്ള വരവുകളും സിനിമയിൽ ടൈപ്പ് കാസ്റ്റ് ആകപ്പെടുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്ന സമയത്ത് സുചേട്ടനാണെങ്കിലും കുറെ 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 കഷ്ടപ്പെട്ട് ഇൻഡസ്ട്രിയിൽ തന്റേതായിട്ടുള്ള സ്ഥാനം ഉറപ്പിച്ച ആളാണോ? ശരിക്കും ഉറപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഉറപ്പിക്കാനുള്ള ഒരു ജേണിയാണ് അടിപൊളി. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഏറ്റവും വലിയ സ്റ്റാറിനെ ഇന്റർവ്യൂ കഴിഞ്ഞ പിന്നെ ഇന്റർവ്യൂലൊന്നും പോകില്ലേ? അതല്ല, നമ്മള് ആ ജേണിയാണ് അടിപൊളി നമ്മുടെ. അല്ലെങ്കിൽ നമ്മൾ നേരം വിളിക്കുമ്പോൾ ബോറടിക്കില്ല നമുക്ക്. നമ്മളൊരു ഏതെങ്കിലും പോയിന്റ് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളെ ആഗ്രഹം ഇങ്ങനെ നീണ്ടെടുക്കും. അപ്പൊ ആക്ടർ എന്ന് പറയുമ്പോൾ കിട്ടുന്നത് നന്നായിട്ട് അഭിനയിക്കാന്നല്ലോ ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട്. കാര്യം നമുക്ക് ഒരുപാട് പടങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്യണ അത്ര പടങ്ങളൊന്നും ഇല്ലല്ലോ. ഇന്ന പടം വെറൈറ്റിക്ക് വേണ്ടി ഇത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്താൽ വേണ്ട ഇത് പിടിക്കാം, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്യാന്നുള്ള. ഇപ്പൊ റൈഡിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞ പടം ഇനിയും വന്നാലും ഞാൻ ചെയ്യും, വേറെ ഇത് ചെയ്യാൻ നോക്കും. മനസ്സിലായി. ഇപ്പോൾ നമ്മൾ നേരത്തെ ചേട്ടൻ ചോദിച്ചില്ലേ സ്ഥാനം ഉറപ്പിച്ചോന്ന്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ തന്നെ, ഒരു പബ്ലിക് പ്ലേസിൽ ഇറങ്ങിയാൽ തന്നെ ഒരാൾ നമ്മളെ കണ്ട് തിരിച്ചറിയുക, നമ്മളോട് വന്ന് സംസാരിക്കുക, അതൊക്കെ എല്ലാ ആർട്ടിസ്റ്റുകളെയും ഒരു സ്വപ്നമാണല്ലോ. ആ ഒരു ഫേസിലോട്ട് എന്തായാലും എത്തിയിട്ടുണ്ട്. എന്തായാലും പുറത്തിറങ്ങുമ്പോൾ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റും, സംസാരിക്കാറുണ്ട്. ലൈക്ക് നമ്മുടെ ഒരു ഫേസ് മലയാളം മൂവിയിൽ ഉണ്ടെന്നുള്ള ഒരു സ്ഥാനം എത്തിയിട്ടുണ്ട്. ആ ഒരു ഫേസ് എങ്ങനെയാണ് എൻജോയ് ചെയ്തു പോകുന്നത്? അത് എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞതൊരു ഞാനതിന് അവരുടെ സമയവും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കാര്യം ഒരാൾ നമ്മുടെ അടുത്ത് വരികയും നമ്മളോടൊരു ഫോട്ടോ ആണെങ്കിലും അത് ഇപ്പം എന്നെ കണ്ട് എൻ്റെ സിനിമ കണ്ടെങ്കിൽ ഉപരി നമ്മൾ അവരെയും കൂടെ റെസ്പെക്ട് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു പോളിസി. പിന്നെ ഇത് സത്യത്തിൽ ഞാൻ ഇപ്പോഴും
പഴയ സ്ഥലത്ത് തന്നെ ജീവിക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ പണ്ട് എങ്ങനെ എറണാകുളത്ത് പോകും, ചിലപ്പോൾ ഞാൻ പണ്ട് ബസ്സിൽ പോയാൽ ഞാൻ ഇപ്പോൾ വണ്ടിക്ക് പോകുന്നു, അങ്ങനെ ചെറിയ ചേഞ്ചസ് ഉള്ളൂ. അല്ല എനിക്കത് അയ്യോ എന്നെ കാണുമ്പോൾ അങ്ങനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ആൾക്കാർ അതിന് മാത്രം നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഒരാളെ കാണുമ്പോൾ ഓടിക്കൂടുന്നൊരു കാലഘട്ടം മാറി. അപ്പൊ അവര് നമ്മള് അതിനകത്തുള്ള ചലഞ്ച് എന്ന് വെച്ചാൽ ഏറ്റവും നല്ല റോളുകൾ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കണം നമ്മള്, എന്നാലേ ആൾക്കാർ വന്നിട്ട് ചിരിക്കുള്ളൂ അല്ലേ? അത് പിന്നെ നമുക്ക് ഈ പറഞ്ഞോട്ട് കുറച്ചും കൂടെ നമ്മൾ മര്യാദക്കാരായിട്ടും കുറച്ചും കൂടെ നമ്മൾ ആലോചിച്ച് അങ്ങനെ വേണം. നമുക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടെ കൂടും അല്ലേ? എന്നാലേ ഈ ചിരി പറഞ്ഞ കാര്യമുള്ളൂ, ആൾക്കാർ വരികയൊക്കെ ഉള്ളൂ. അതാണ് അതിൻ്റെ സിമ്പിൾ. നമ്മൾ വലിയ സംഭവം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈ ഇപ്പൊ നോക്കുകയാണെങ്കിൽ പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണല്ലോ സെലിബ്രിറ്റീസ്. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സ് ആ ഒരു ഇത് കൂടിയോണ്ടായിരിക്കാം മേ ബി ആളുകൾ. അങ്ങനെയല്ലെന്ന് എനിക്ക് തോന്നിയത്, നമുക്ക് ഇഷ്ടമുള്ള മേഖല പൊളിറ്റിക്സ് ആയിരിക്കും. പൊളിറ്റിക്സിലെ MLA മാര് അവർക്ക് സ്റ്റാറാ അല്ലേ? അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് അവർക്ക് വലിയ സംഭവമാണ്. നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ നമുക്ക് അവരെ അറിയ പോലില്ല. സിനിമയിലെ പല ആൾക്കാരെ അറിയാത്ത കുറെ പേരുണ്ട്. സത്യം എന്നെ ഒന്നും പേരറിയാത്ത എന്തോരം ആൾക്കാരുണ്ട്. അതുപോലെ ഇപ്പൊ നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ആൾ, നല്ല ഹോട്ടൽ അറിയാവുന്ന കുറെ പേരുണ്ട്, അറിയാത്ത എത്ര പേരുണ്ട് ഇല്ലേ? അതെ. അപ്പൊ ആ മേഖല ആന ഇഷ്ടമുള്ള ആൾക്കാരില്ലേ? ആനപ്പാപ്പന്റെ പേര് പറയുന്ന എന്തോരം പേരുണ്ട്. ആനേനെ കണ്ട് തിരിച്ചറിയുന്ന ആന പിണ്ണം കണ്ട പേര് പറയുന്ന ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അത് അത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഒരു ഏരിയ ഓഫ് ടേസ്റ്റ് എന്താണോ അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാന്ന് എന്റെ വിശ്വാസം. അതെ. ആൻഡ് പക്ഷെ ഒരു ബഞ്ച് ഓഫ് ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിലൊക്കെ. എനിക്കറിയില്ല. ഇൻസ്റ്റാഗ്രാം സ്റ്റാർസ്. അതെ, ഇൻസ്റ്റഗ്രാം സ്റ്റാറാ. ഇൻസ്റ്റയിൽ ഇങ്ങനെ മെസ്സേജസും ഒക്കെ ഒരുപാട് വരാറുണ്ടായിരിക്കുമല്ലോ. വരും. അത് നമ്മൾ ഓരോരോ പ്രോജക്ട്സ് ചെയ്യുമ്പോഴോ അങ്ങനെ ഞാൻ അങ്ങനെ ഓവറായിട്ട് ആക്റ്റീവ് അല്ല ഇപ്പൊ. സത്യം പറഞ്ഞാൽ ജസ്റ്റ് പോസ്റ്റ് ഇടും, പിന്നെ അവിടെ നിന്ന് മുങ്ങും അങ്ങനെ. പക്ഷെ ഉണ്ട്, എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും. അതാണ് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന, അവരെ റിലേറ്റ് ആവുന്ന ഒരു ക്വാളിറ്റിയിലായിരിക്കും അവരൊന്ന് റിലേറ്റ് ചെയ്യുന്നത്. ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പം നമ്മൾ നന്നായിട്ട് അഭിനയിച്ചാൽ അത് അവർക്ക് ഹാപ്പിയാവും. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ആണല്ലോ. അത്രയും നേരം നമ്മൾ സമയം കാശും ചെലവഴിച്ചിട്ട് പോകുമ്പോൾ വി വാണ്ട് എന്റർടൈൻമെന്റ്. ആ ഒരു സമയം നമുക്ക് കറക്റ്റായിട്ട് എൻജോയ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ജോലി ആസ് ആക്ടേഴ്സ് ഡെലിവർ, എന്താ തന്നിരിക്കുന്നത് നന്നായിട്ട് ഡെലിവർ ചെയ്യുക, അവരെല്ലാവരും സന്തോഷപ്പെടുത്തുക. അത് കണ്ട് ഹാപ്പി ആകുമ്പോൾ, സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ മെസ്സേജസ് ഒക്കെ കിട്ടാറുള്ളൂ. നമ്മുടെ സ്വന്തം പേരിൽ നമ്മുടെ ഫേസ് വരുന്ന നല്ലൊരു പാട്ട് ഒരു ഇൻഡസ്ട്രിക്ക് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇപ്പൊ ഇഷ്കിനകത്തിലേക്ക് ആ ഒരു സോങ് അതെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ടൈമിലാണെങ്കിൽ ഇനി എത്ര ഇയർ കഴിഞ്ഞാലും ആളുകൾക്ക് ഫേവറേറ്റ് സോങ്ങിൽ വരുന്ന, ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ലിസ്റ്റിൽ വരികയാണെങ്കിൽ ആ ഒരു സോങ് ഉണ്ട്, പറയുവാൻ പറഞ്ഞൊരു സോങ്. അപ്പോൾ ശരിക്കും നമ്മളെ ഓർക്കുന്ന ഒരു സോങ്. ആ സോങ് നമുക്ക് ഇങ്ങനെ കണ്ണടച്ച് നോക്കുവാണെങ്കിൽ ഷെയ്നെയും ആന്നെയാണ് നമുക്ക് മൈൻഡിലോട്ട് ഇങ്ങനെ വരുന്നത്. നമ്മുടെ ഫേസ് ആളുകൾ ഓർക്കുന്ന ഒരു സോങ്, അങ്ങനെ ഒരു സോങ്ങിന്റെ പാർട്ട് ആവുമ്പോഴത്തേക്ക് ഹൗ ഡു യു ഫീൽ? ഞാൻ വിചാരിക്കുന്നത് ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് അത്. ഞാൻ ചെന്ന് അച്ചീവ് ചെയ്തതൊന്നുമല്ല, അത് എനിക്ക് കിട്ടിയതാണ് ബൈ ചാൻസ്. ഇഷ്ക് ഹിറ്റായി, നല്ലൊരു പടമായിരുന്നു, പാട്ട് ജേക്സാട്ടിന്റെ അടിപൊളിയായിരുന്നു. അതങ്ങനെ ഹിറ്റായി, ആൾക്കാർക്ക് ഇഷ്ടമായി, അവരാണ് എടുത്ത് പോപ്പുലർ ആക്കിയത്. അപ്പൊ എന്നും എനിക്ക് അതിന്റെ നന്ദിയുണ്ട്. എനിക്കത് പേഴ്സണലി എഫക്റ്റ് ഞാനങ്ങനെ മൈൻഡിൽ വെക്കാറില്ല. ബിക്കോസ് എനിക്ക് അറിയത്തില്ല അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്, അതെങ്ങനെ പ്രോസസ്സ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷെ എന്നും ആൾക്കാർ സെൻഡ് ചെയ്യാറുണ്ട്. എവിടെയെങ്കിലും റേഡിയോയിൽ പാട്ടുണ്ടെങ്കിൽ തോട്ട് ഓഫ് യു, ഈ പാട്ടിന്റെ ഫേവറേറ്റ് ആണെന്ന് കേൾക്കുമ്പോൾ എപ്പോഴും സന്തോഷമുണ്ട്. ഉണ്ട്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, അവിടെയൊക്കെ. പിന്നെ OTT-യിൽ ഇഷ്ക് ഹിറ്റായപ്പോൾ നോർത്ത് ഇന്ത്യൻസ് കുറേ പേരെ മെസ്സേജും ചെയ്ത് അപ്പോഴാണ് അറിയുന്നത് ഇതിന്റെ ഇൻഫ്ലുവൻസ് അത്രയ്ക്കുണ്ട്. അതാണ് നമ്മളെ സത്യം പറഞ്ഞ ഒരു ബബിളാണ് ജീവിക്കുന്നത് എല്ലാവരും. നമുക്ക് ഇഷ്ടമുള്ള മേഖലയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കുക. ഇങ്ങനെ ഒരാളുടെ കൂടെ ഇന്ററാക്ട് ചെയ്ത് അവരെ മെസ്സേജ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഓ ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, ഇങ്ങനെയാണ് ആൾക്കാർക്ക് ഇഷ്ടമായത്. അതിന് ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. അങ്ങനെ മനസ്സിൽ ഇപ്പോഴും സ്റ്റക്ക്
ആയിട്ട് നിൽക്കുന്ന ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോംപ്ലിമെന്റോ ഉണ്ടോ? അയ്യോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ എന്ന് തോന്നിയ ഒരു സംഭവം ഉണ്ടോ? എനിക്ക് തോന്നുന്നത് ലൈക്ക് എല്ലാം ഒരുപോലെ സിമിലർ മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് കൂടുതൽ മെസ്സേജസ് ഇല്ല, ആ ഇമോഷനാണ് ഓർമ്മയിരിക്കുന്നത്. എല്ലാവരും ജെന്യുവൻ ആയിട്ട് അത്രയും സമയം എടുത്തിട്ട് അവർ മെസ്സേജ് കമ്പോസ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യുന്നു. ഒരു ഗ്യാരണ്ടി ഇല്ല, ചിലപ്പോൾ നമ്മൾ റിക്വസ്റ്റിൽ കിടക്കുന്ന മെസ്സേജ് കാണോ ഇല്ലേ, പക്ഷെ അവർ ഒരു ഈഗോ ഇല്ലാണ്ട് ഒരു മെസ്സേജ് അയക്കും. സ്ഥിരമായിട്ട് അയക്കുന്നവരുണ്ടായിരിക്കുമല്ലോ. ഉണ്ട്, ചിലവരുണ്ട്. പക്ഷെ അവർ വളരെ ഡീസൻ്റ്, നല്ല ഫാൻസ് ആണ്, നല്ല ഫോളോവേഴ്സ് ആണ്. അപ്പോൾ അവരുടെ അടുത്ത് എന്നും എനിക്ക് നന്ദിയുണ്ട്. ഞാൻ ഇഷ്കിൽ വരുന്നതിന് മുന്നേ തൊട്ട് എസ്ര മുതൽ ചില ആൾക്കാരുണ്ട് ഇപ്പോഴും സ്ഥിരം കമന്റ് ചെയ്യുന്ന, ലൈക്ക് ചെയ്യുന്ന. അപ്പോൾ അവരുടെ അടുത്ത് എപ്പോഴും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അതെ, ഫോളോവേഴ്സ്, OG ഫോളോവേഴ്സ്. അവര് ജെന്യുവൻ ആയിരിക്കും എപ്പോഴും. ജെന്യുവൻ ആണല്ലോ, അല്ല പിന്നെ 2017 തൊട്ട് ഫോളോ ചെയ്യണം. അത് നമ്മൾ ഓരോ ഇടുന്ന മൂവീസ് ആണെങ്കിൽ അതിന്റെ എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അവര് എക്സൈറ്റ്മെന്റ് ഉണ്ട്, അവര് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഐ മീൻ എനിക്കറിയാം ഗ്യാപ്സ് വന്നിട്ടുണ്ട്, പക്ഷെ ഐ റിയലി ഹോപ്പ് ഇവരെ ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഈ പടം ആക്ച്വലി നമ്മളെല്ലാവർക്കും ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആണെന്ന് വിശ്വാസമുണ്ട്. നമ്മളെല്ലാവരും ഇതിൽ ചേർന്നത് ഡെഫിനറ്റ്ലി. ഞാൻ ഇത് കഥ കേട്ടിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഞാൻ യെസ് പറഞ്ഞു. ഇതിൽ മലച്ചേച്ചിയുണ്ട്, സുധി ചേട്ടനുണ്ട്, ശ്രീകാന്ത് ചേട്ടനുണ്ട്. ഇവരെല്ലാവരുടെ പേര് കേട്ടിട്ടാണ് ഞാൻ യെസ് ഡെഫിനറ്റ്ലി ഐ വോണ്ട് ടു. ഇത്ര നല്ല ആക്ടേഴ്സിൻ്റെ ഒപ്പം അഭിനയിക്കാൻ കിട്ടുന്നൊരു ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഏറ്റവും ടെൻഷനും ഈ ഒരു ഫാക്ടറായിരുന്നു. അപ്പോൾ ഐ എം എക്സൈറ്റഡ്. നമ്മളൊരു പ്രോഡക്റ്റ്, നല്ല പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് കണ്ടോ നിങ്ങളെ പോലെയുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ? ഞങ്ങളുടെ കണ്ണു നിറഞ്ഞു. കുറച്ചു മുമ്പ് സുധി പറഞ്ഞു വെച്ചതിന്റെ ബാക്കിയാണ്. അല്ല സുധി ചേട്ടൻ ഡെഫിനറ്റ്ലി. ഇവരെല്ലാവരും ഒരു നല്ല എക്സ്പീരിയൻസ്. എനിക്കറിയായിരുന്നു ഇവരുടെ കൂടെ അഭിനയിച്ചാൽ എനിക്ക് ഇച്ചിരി കൂടെ പഠിക്കാൻ ചാൻസ് കിട്ടും. പിന്നെ ചാലഞ്ചിങ് ആണ്, ഇവരുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കണ്ടേ. അപ്പോൾ അതാണ് ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ അതാ, നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഗ്രോ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുന്നുണ്ടോ ഇല്ലേന്നും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ശ്രീകാന്ത്, ഞാനിപ്പോ പറഞ്ഞ പോലെ കട്ടയ്ക്ക് നിൽക്കണ്ടെന്ന് പറഞ്ഞ പോലെ എല്ലാവരും മത്സരിച്ച് അഭിനയിച്ചൊരു സിനിമയാണോ? ശരിക്കും പറയേണ്ടത് കാണുന്ന പ്രേക്ഷകരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് കട്ടയ്ക്ക് പിടിച്ചു. പെർഫോം ചെയ്യുന്ന സമയത്ത് ഈക്വലി ഷെയർ ചെയ്യുമായിരുന്നു, പലവട്ടം റിഹേഴ്സൽസ് പോകുമായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തത്. ബിക്കോസ് അങ്ങനെ ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഞാനതാ പറഞ്ഞത്, വീണ്ടും 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 ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുകയാണ്, ഇത് നമ്മൾ ആ നിലയ്ക്ക് ആലോചിക്കുമ്പോൾ പെർഫോമൻസ് വൈസ് ഇതിന് മറ്റു സിനിമകളുടെ സ്വഭാവമല്ല. മറ്റൊരു സ്വഭാവത്തിലാണിത്. എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമുണ്ട്, ആ കൂട്ടത്തിൽ തന്നെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സമയമുണ്ട്. അതൊക്കെ സിനിമയുടെ സ്ക്രീൻ പ്ലേയുടെ ആവശ്യമാണ്. സ്ക്രീൻ പ്ലേ ഗ്രോ ചെയ്ത് പോകുമ്പോൾ ചിലയിടങ്ങളിൽ ഒരുമിച്ച് നിൽക്കണം, ചിലയിടങ്ങളിൽ ഒറ്റയ്ക്ക് നിൽക്കണം, ചിലയിടങ്ങളിൽ രണ്ടുപേർ ഒരുമിച്ച് നിൽക്കണം. കോൺഫ്ലിക്ട്സ് ഉണ്ട്. ഇതൊക്കെ ഒരൊറ്റ സ്പേസിലാണ്. അപ്പോൾ അത് ശരിക്കും ചാലഞ്ചിങ് ആയിരുന്നു. ഞങ്ങൾക്കും ശരിക്കും പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ കൂട്ടത്തിൽ നേരത്തെ ആൻ ചെയ്ത് പറഞ്ഞതുപോലെ കട്ടയ്ക്ക് നിൽക്കുകയും വേണം. റിയലി നൈസ് എക്സ്പീരിയൻസ്. അതെ ചേട്ടാ, ഈ സിനിമ എന്ന് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിനിമയിലോട്ട് ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ലക്കിൻ്റെ ഒരു സംഭവമുണ്ട്. അപ്പോൾ പണ്ടത്തെ സമയത്തൊക്കെ ആണെങ്കിലും സിനിമയ്ക്ക് പുറകെ സിനിമാ മോഹിയായിട്ടൊക്കെ നടക്കുന്ന ആളുകളെ സക്സസ് ആകുന്നവരെ അവരൊരുപാട് എന്താ പറയുക, ആളുകളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് സംഭവങ്ങളൊക്കെ കേൾക്കും. നെഗറ്റീവ്സ് ആണെങ്കിലും ഇങ്ങനെ നടക്കുക, സിനിമയ്ക്ക് വേണ്ടി നടക്കുക, അത്തരം കാര്യം കമന്റ്സ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ ലൈഫിൽ? അത് സ്വാഭാവികമായിട്ട് കേൾക്കുമല്ലോ. ഇപ്പൊ അത് പിന്നെ വേറെ കാര്യമുണ്ട്, നമുക്കൊരു തിരിച്ചറിവാണ് ഇതിനകത്തുള്ള ബേസിക് സംഭവം. ഞാൻ പറയാറില്ലേ, നമുക്ക് പറ്റുമോ, നമ്മൾ ആദ്യം സുഹൃത്തുക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ പല ഇന്നത്തെ അത്രയും നമുക്കിപ്പോൾ റീൽസ് ഒന്നും ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കാലമൊന്നും അല്ലല്ലോ. കാര്യം പിന്നെ സ്ഥിരമായിട്ട് സിനിമയിൽ അങ്ങനെ ആൾക്കാരൊക്കെ ആയിരുന്നു അന്ന്. ഞാൻ ചാൻസ് വെച്ചിറങ്ങും. ഇപ്പൊ കൂട്ടുകാരൻ്റെ അഭിനയിക്കുന്ന ആള്, ഇപ്പൊ ശ്രീകാന്തേട്ടനൊക്കെ പ്രിയൻ സാറിന്റെ അസോസിയേറ്റഡ് വർക്ക് ചെയ്ത്, അപ്പൊ പുള്ളിക്ക് അറിയാൻ പറ്റും. അല്ല, ഒരു പുതുമുഖങ്ങളൊക്കെ അന്നത്തെ കാലത്ത് സിനിമകളിലൊക്കെ വളരെ കുറവാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊന്ന് ആയിരിക്കാം. അല്ല, ഞാൻ എനിക്ക് ഉണ്ടാക്കുന്ന സ്ഥിരമായിട്ട് മിക്കവാറും നമ്മൾ ഈ മരിച്ച വീട്ടിലേക്ക് കേൾക്കുന്ന സീനൊക്കെ ആയിരിക്കില്ല കൂടുതൽ. അല്ല, അങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മളിത് എന്തെങ്കിലും അഭിനയിക്കാൻ പറ്റുന്നൊരു ആത്മവിശ്വാസവും ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള സംഭവം ഇതിനകത്തുള്ളത്. അപ്പൊ ആളുകൾ അങ്ങനെ പലതും പറയും. ഇപ്പോഴും ആൾക്കാർ പറയില്ലേ. പിന്നെ എൻ്റെ വീട്ടുകാർ പറയാത്തത്, ഞാൻ ഭയങ്കര
പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒന്നുമില്ല തന്നെ അറിയാം അവർക്ക്. ഇനി ജോലിയൊന്നും കിട്ടാൻ പോകണില്ല. അപ്പൊ അങ്ങനെ ഇവന് അവൻ ദൈവമേ BBS വരെ പഠിച്ചിട്ട് ഇവന് ഇങ്ങനെ സിനിമയിലെ വകുപ്പൊന്നുമില്ല അവന്. അതുകൊണ്ട് അല്ല, കല മാത്രല്ല എന്താ സംഭവിക്കുന്ന അവർക്കും അറിയില്ലായിരുന്നു. അവര് സിനിമ കാണുന്നോണ്ട് കണ്ടോണ്ടിരുന്നു തന്നെ. ശരിക്കും ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പോ ഇവരെ എന്നെ സിനിമ കാണുന്നോണ്ട് കണ്ടോണ്ടിരുന്നു. അത്രേ ഉള്ളൂ. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ നടന്ന് അവരൊരു സിനിമ കാണുന്നോണ്ട് എന്നെ കണ്ടോണ്ടിരുന്നു. എന്താ സംഭവിക്കണം അറിയില്ല. അത് കുറെ നാൾ കഴിഞ്ഞിട്ട് അവർക്ക് എന്റെ സംഭവം പിടികിടുത്തേ. ബട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ടായിരിക്കും. ബട്ട് നമ്മളുടേതായിട്ടുള്ള നല്ല നല്ല റോൾസ് ചെയ്യുമ്പോഴും പിന്നീട് നമുക്ക് നല്ല കഥാപാത്രങ്ങളൊക്കെ കിട്ടുമ്പോഴും ഈ ആളുകൾക്ക് നമ്മളോടുള്ള അപ്രോച്ചിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ചെറുതല്ല, വലിയ മാറ്റം. അതാ പറഞ്ഞത്. അത് എന്താ വെച്ചാൽ അത് നമുക്കല്ല എപ്പോഴും ബെനിഫിറ്റ്. നന്നായിട്ട് അഭിനയിക്കുന്നത് അപ്പൊ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്. നല്ല ശരി അവരെ കൊണ്ട് ഞാൻ നല്ല പറയിപ്പിക്കും അങ്ങനൊന്നുമില്ല. അതൊക്കെ ചുമ്മാ നമുക്ക് ഡയലോഗ് അടിക്കാന്നുള്ളൂ. അൾട്ടിമേറ്റ് നമ്മൾ നന്നാക്കിയാൽ നമുക്ക് നല്ലത് അല്ലേ? കണ്ട ഞാൻ പണ്ടാണ് അവൻ എന്നെ പണ്ട് എന്നെ അവര് ഇങ്ങനെ പറഞ്ഞാണ് മറ്റവരിങ്ങനെ ഒന്നുമില്ല. അതൊക്കെ നമ്മളും മറക്കില്ലേ ഇല്ലേ? കാര്യം നമ്മളിപ്പോ ഇതൊന്നും എത്താതെ വരുമ്പോഴാണ് നമ്മൾ നെഗറ്റീവ് ഒക്കെ പറയുന്നത്. നമുക്കിത് അച്ചീവ്മെന്റ് ഒക്കെ വരുമ്പോ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതെ. ശ്രീകാന്തിന്റെ സിനിമയിലെ നല്ല കുറച്ച് സുഹൃത്തുക്കളെ എടുക്കുകയാണെങ്കിൽ സൗഹൃദം എങ്ങനെയാണ്? വലിയ കുറെ കാലായില്ലേ? ഫീൽഡ് ഔട്ട് ആക്കാൻ വേണ്ടിയാണോ? അല്ലല്ലേ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ ആരാ പറ? അല്ല, നല്ല സൗഹൃദം എങ്ങനെയാണ്? ആളുകളുടെ പേര് പറയണ്ട. ധാരാളം സുഹൃത്തുക്കൾ. ശരിക്കും ഇപ്പോഴും നമ്മളുടെ സിനിമയിലേക്ക് വന്നതിന് ശേഷമുള്ള സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ അതിൽ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. എന്താ പറയുക, നമുക്ക് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ വളരെ കുറച്ച് പേരുള്ളൂ. ഒരു സിനിമയുടെ പൊതുവെ ഒരു സ്വഭാവം വെച്ചാൽ ആ പ്രോജക്റ്റ് നടക്കുമ്പോൾ ആണ് നമുക്ക് കൂടുതൽ സംസാരിക്കാനും പലരെയും ആ സെറ്റിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും പരിചയപ്പെട്ടുണ്ടാവുക. അപ്പൊ അതിൽ ചിലർ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ആവാം. അവരുമായിട്ട് കുറെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഒരുപക്ഷെ ആ റിലേഷൻഷിപ്പ് ചിലപ്പോൾ വേറൊരു രൂപവും ഭാവമൊക്കെ ഉണ്ടാവാം. പക്ഷേ എല്ലാവരും തിരക്കിലാണ്. അപ്പം സ്പെസിഫിക് ആയിട്ട് കാര്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ, അതുകൊണ്ട് നമ്മൾ അവരെ അങ്ങനെ നമ്മുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വിളിക്കാറില്ല. അപ്പൊ അവരൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ വളരെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് കൂടി വിളിക്കാൻ പറ്റുന്ന, വിളിക്കാതെ തന്നെ മനസ്സിലാക്കുക ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവര് സിനിമയിലുള്ളവർ മാത്രമല്ല. അപ്പോൾ പക്ഷെ ഞാനിതെല്ലാം എൻ്റെ കാര്യം മാത്രം പറയുന്നത്, ഞാനിതെല്ലാം ഒരു പരിധിവരെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളാണ് എല്ലാ തരത്തിലുള്ള അനുഭവങ്ങൾക്കും. നമുക്കിപ്പോൾ സിനിമ അങ്ങനൊരു മേഖലയാണല്ലോ. നമുക്ക് എല്ലാ തരത്തിലുള്ള ആൾക്കാർ, ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരുമായും ഏതൊക്കെ തരത്തിലുള്ള അനുഭവങ്ങളുമായിട്ടൊക്കെ നമുക്ക് ഇടപഴകാൻ പറ്റുന്നു. പുസ്തകം വായിക്കാം, സിനിമ കാണാം, പിന്നെ ചില ഇൻസിഡൻസ് നേരിട്ട് കാണാം, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. അപ്പം എനിക്കൊരു കാര്യം മാത്രം ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഈ സുഹൃത്ത് വൃന്ദമായിക്കോട്ടെ, ഈ അനുഭവങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും കൺവേർട്ട് ചെയ്ത് എന്തെങ്കിലും ഒരിക്കലും സിനിമയിലേക്ക് ആക്കാനാണ് ആഗ്രഹിക്കുക. ആ നിലയ്ക്ക് എന്നെ മനസ്സിലാക്കുന്ന കുറേ സുഹൃത്തുക്കളെ, അവരാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. അവരോട് ഞാൻ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. സിനിമയൊന്നുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. മൈ ക്ലോസ് ഫ്രണ്ട്സ്. എന്നാലും ലൈഫിലൊരു ഒരു പാർട്ടാണ് അവരല്ലേ? അതെ. പിന്നെ കൂടുതൽ ചിലരൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നവരോട് ചിലപ്പോൾ പക്ഷെ നമുക്ക് സിനിമയെ പറ്റി പറയാൻ പോലും പറ്റിക്കൊള്ളുന്നില്ല. അവരുടെ താല്പര്യങ്ങളൊക്കെ മറ്റുപെടുത്തുമായിരിക്കും. പക്ഷെ അതല്ലാതെ സിനിമയെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ധാരാളം സുഹൃത്തുക്കളുണ്ട്. അവരോട് മെസ്സേജ് അയക്കും, വിളിക്കും. പിന്നെ എല്ലാവരും തിരക്കാണല്ലോ. ബട്ട് മാക്സിമം ശ്രമിക്കാറുള്ളത് ഈ ബന്ധങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ പോലെ 20-21 വയസ്സൊക്കെ മുതൽ 10-30 വർഷമായിട്ട് ഞാൻ സിനിമയുടെ പിന്നാലെയാണ്. അപ്പം ആ ഇടയ്ക്കുണ്ടായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളാണ്. നമ്മുടെ സിനിമയിലെയും പുറത്തെയൊക്കെ സൗഹൃദങ്ങളെ പറ്റിയിട്ടും ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സുചേട്ടാ, ഈ ലൈഫിൽ നമുക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റും തോന്നില്ല അല്ലേ? നമുക്ക് എപ്പോഴും ഒരു ബഞ്ച് ഓഫ് ആളുകൾ നമ്മുടെ ചുറ്റിനും വേണം. അത് ഒറ്റയ്ക്ക് പല ആളുകളുണ്ട്, പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. ചേട്ടൻ അതിൽ ഏത് കാറ്റഗറിയിൽ പെടും? അത് നമുക്ക് ഒറ്റയ്ക്ക് വെറുതെ പറയാത്, ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും, മനുഷ്യര് എല്ലാരും ചെയ്യും. അത് വെറുതെ സൗഹൃദം നല്ലതാണ്. പക്ഷെ നമ്മള് ഒറ്റയ്ക്ക് പറഞ്ഞ സാഹചര്യത്തില് തീർച്ചയായിട്ടും ആരായാലും അത് ചിലപ്പോൾ ആദ്യം ഒരു കുറച്ച് ദിവസങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യും. വളരെ വളരെ ശരിയാണ്. ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മള് ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വളരെ ആക്സിഡന്റലായിട്ട് സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ വളരെ കൃത്യമായി പറഞ്ഞാൽ ഈ സിനിമയിലെ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്ന സംഭവം വളരെ ആക്സിഡന്റലായിട്ടാണ്. ഒരു 3 മിനിറ്റ്സിലാണ്
ഒരു 6-7 പേര് തമ്മിൽ ഒരു പ്രത്യേകതരം ഒരു സുഹൃത്ത് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പം അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു റിസൾട്ട് ഉണ്ട്. ആ സുഹൃത്ബന്ധത്തിൽ നിന്ന് ഉണ്ടാകുന്ന റിസൾട്ട് ഉണ്ട്. അതാണ് ഈ സിനിമയുടെ കണ്ടന്റ്. അപ്പോൾ ഇതല്ലാതെ കാലങ്ങളോളം സുഹൃത്ബന്ധം നിലനിർത്തുന്ന ആൾക്കാരുണ്ട്. അത് വേറൊരു വഴിയാണ്. ഒറ്റയ്ക്ക് എന്നാലും ഒറ്റയ്ക്ക് പോകേണ്ടി പോകുന്നവരുണ്ട്. നമ്മള് ഒറ്റയ്ക്കല്ലേ സിനിമയ്ക്ക് പോകുന്നത് അല്ലേ? ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകാറുണ്ട്. പക്ഷെ പലർക്കും അത്ഭുതമുണ്ട്. ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോവോ, ഒറ്റയ്ക്ക് ഹോട്ടലിൽ പോയി ഫുഡ് അതൊക്കെ. അതെ. പല ആളുകളും അതിങ്ങനെ കൺഫ്യൂഷൻ, ഇങ്ങനെ അയ്യോ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവോ, ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോവോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് കോഴിക്കോടും കണ്ണൂരെല്ലാം ഒരു കമ്പാനിയൻ ഇല്ലാണ്ട് സിനിമയ്ക്ക് പോകുന്നത് പലർക്കും അത്ഭുതമുണ്ട്. അതെ, ഞാൻ ഒറ്റയ്ക്ക് പോണ്. അല്ല, അതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ സൗഹൃദം എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ നല്ല രീതിയിൽ ഇപ്പൊ എന്ത് മേഖലയായാലും നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന രീതിയാകുക, അങ്ങനെ സൗഹൃദങ്ങൾ വരില്ല എന്നുള്ള അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ നമ്മൾ ബന്ധമില്ലാത്ത എറണാകുളത്ത് നടക്കുന്ന എനിക്ക് തിരുവനന്തപുരത്തുള്ള ഏറ്റവും നല്ല കൂട്ടുകാരനും വരുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഗുണം കൊണ്ടായിരിക്കും. ആ മേഖലയിലായിരിക്കും ചിലപ്പോൾ നല്ല സൗകര്യം. അല്ല, പിന്നെ ഏറ്റവും വലിയ ഡയറക്ടറിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ചരിത്രത്തിലുള്ള കൂട്ടുകാരനായിരിക്കണ്ടേ അയാളെ പടത്തെ ഹീറോ ആണ്ട് അല്ലേ? എല്ലാത്തിനും ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ. അത് അപ്പൊ അങ്ങനെ വരുന്നത് ഏറ്റവും നല്ല നടൻ വരുന്നത് ഏറ്റവും നല്ല ഡയറക്ടർ തരുമ്പോ അവര് നമ്മൾ സൗഹൃദം കൂട്ടുകെട്ടെന്നൊക്കെ പറയുന്നത് അവരുടെ മേഖലയിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നോണ്ടാണ്. അതുപോലെ നമ്മൾ വർഷങ്ങളായിട്ട് പരിചയമുള്ളവരുമായിട്ടുള്ള അത്രയും അവർക്ക് പോലും തരാൻ പറ്റാത്ത ബോണ്ട് ചിലപ്പോ പെട്ടെന്ന് ഫ്രണ്ട്സ് ആവുന്ന ചിലർക്ക് തരാൻ പറ്റും അല്ലേ? അതൊക്കെ ഉണ്ടോ? ഇത് ഈ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് ആവരുതല്ലോ. അതെ, തരാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അങ്ങനെ കുഴപ്പമുണ്ട്. നമ്മളെങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതാണ്. സുഹൃത്ബന്ധം എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ ബന്ധമുള്ളൂ എന്ന് അതിനെ സുഹൃത്ബന്ധം നല്ല വിളിക്കേണ്ടത്. നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാം, അതിനൊക്കെ അപ്പുറത്തേക്ക് ആ ബന്ധം അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ നമുക്ക് സ്പെസിഫിക്കലി ഈ സിനിമയെ കുറിച്ച് പറഞ്ഞാൽ, ഈ സിനിമ അങ്ങനെ ഒരു യാത്രയാണ്. വളരെ ആക്സിഡന്റൽ ആയിട്ടുണ്ടാവുന്ന ബന്ധവും അതിന്റെ അവരുടെ ഫിസിക്കലായിട്ടുള്ള യാത്രയും കഥയുടെ യാത്രയും ഒക്കെ റൈഡ് എന്ന സിനിമയിൽ സംഭവിക്കുന്നതാണ്. നമുക്ക് പ്രേക്ഷകർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവരെന്താണ് അവരുടെ സുഹൃത്ബന്ധങ്ങളെ കുറിച്ചും ഒക്കെ അവരെന്താ അഭിപ്രായം പറയാൻ നമുക്ക് നോക്കാം. അതെ, അപ്പൊ എന്തായാലും നമ്മുടെ ദി റൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ സുഹൃത്ബന്ധവും എല്ലാം അതിനകത്ത് വരുന്നൊരു മൂവിയാണ് അല്ലേ? അപ്പോൾ ഞാനും വെയിറ്റിംഗ് ആണ്. എപ്പോഴേക്കായിരിക്കും നമ്മുടെ മൂവി നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തുക? 5th ഡിസംബർ ആണ്. അപ്പൊ എന്തായാലും ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. മലയാള സിനിമയില് പല പരീക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞാണ്, പല പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് സിനിമയിൽ. അതിനൊരു കൊമേഴ്ഷ്യൽ ഹിറ്റാക്കുക എന്ന് പറയുന്നത് വലിയ ജോലിയാണ്. ഇപ്പൊ രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യലാണ് വലിയൊരു ശ്രമം. അപ്പൊ ആ ശ്രമമാണ് നമ്മൾ ഈ സിനിമയിലൂടെ നടത്തിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ ഒരു ശ്രമം വിജയിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.